ജെയിൻ, അവിടെ എങ്ങനെയാണ് ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്? മോത്തി, ഇപ്പോൾ അനന്തകൃഷ്ണൻ്റെ വീട്ടിലാണ് ഇ ഡി പരിശോധന നടക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വീട്. വീട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ട് കുറച്ചധികം സമയമായി. നേരത്തെ കോളപ്രയിലുള്ള ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു. അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇ ഡി സംഘം ഇപ്പോൾ അനന്തകൃഷ്ണൻ്റെ ശങ്കരപ്പള്ളിക്ക് സമീപത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീടും അതോടൊപ്പം തന്നെ ഓഫീസും കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഇവിടെ ഇടുക്കി ജില്ലയിൽ പരിശോധന നടന്നതെന്ന് പറയാം. ഇപ്പോൾ ഉദ്യോഗസ്ഥരകത്താണ്. അവർ അവിടെ രേഖകളുമായി, അല്ലെങ്കിൽ എന്തൊക്കെ രേഖ, അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അതടക്കമുള്ളവ കിട്ടുമോ എന്നതടക്കമുള്ള പരിശോധനകളാണ് നടത്തുന്നത്. ഏത് തരത്തിലുള്ള പരിശോധന അല്ലെങ്കിൽ രേഖകൾ എന്തൊക്കെയാണ് കിട്ടിയത് എന്ന കാര്യം വ്യക്തമല്ല. പ്രധാനമായും ഈ തട്ടിപ്പിന് ഉപയോഗിച്ച പണം അത് ഏതെങ്കിലും രീതിയിൽ ഹവാല ഇടപാട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതൊക്കെയാണ് ഇ ഡിയുടെ പരിശോധനാ വിഷയം എന്ന് തന്നെ പറയേണ്ടി വരും. ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈം അത് നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ ഇ ഡി ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത്. 548 കോടി രൂപ കടവന്തറയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അനന്തകൃഷ്ണൻ്റെ സ്ഥാപനത്തിൻ്റെ 11 അക്കൗണ്ട് വഴി തന്നെ എത്തിയിട്ടുണ്ട്. ആ പണം എങ്ങനെയാണ് കൈമാറിയത്, എങ്ങനെ ആർക്കൊക്കെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ആ പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾ, പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഉള്ള സാധ്യത കൂടി മുന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അനന്തകൃഷ്ണൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. അനന്തകൃഷ്ണൻ അറസ്റ്റിലായ ഘട്ടം മുതൽ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. നമ്മൾ നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയതാണ്. ആ സമയത്തും ഈ വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അകത്ത് പരിശോധന നടത്തുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അനന്തകൃഷ്ണന്റെ ഇടുക്കി കോളപ്രയിലെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വീട്ടിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു എന്നാണ് ജെയിനിസ് രാജു ഏറ്റവും പുതിയ വിവരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. പൂട്ടിക്കിടക്കുകയായിരുന്ന വസതിയിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റു വിശദാംശങ്ങളോ ലഭ്യമാണോ എന്നതിനായാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് ഇപ്പോൾ അടിയന്തരമായി നടത്തുന്നത്. സംസ്ഥാനത്തുടനീളം റെയ്ഡ് നടക്കുന്നു എന്ന് വേണം പറയാൻ. ഇ ഡി വിവിധ കേന്ദ്രങ്ങളിലാണ്, 12 ഇടങ്ങളിലായാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇടുക്കി കോളപ്രയിലെ അനന്തുവിൻ്റെ ഓഫീസിലും വീട്ടിലും പരിശോധന നടത്തുന്നു. ഒപ്പം മറ്റ് ഓഫീസുകൾ കൊച്ചി ലാലി വിൻസെന്റിന്റെ വസതി, തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ വസതിയും സായിഗ്രാമം ട്രസ്റ്റിന്റെ ഓഫീസ് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതികളുടെ വസതിയിലും ഓഫീസിലുമാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംഘം രാവിലെ തന്നെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ എത്തുകയായിരുന്നു. അടിയന്തരമായൊരു റെയ്ഡ് നടക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.